തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. പ്രധാന നേതാക്കൾ അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. ഷീജ, എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് LDF സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഒരു പടി എപ്പോഴും പ്രചാരണവുമായി അവർ മുന്നിൽ നിൽക്കുന്നു. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യ പൊതുയോഗം ഇന്ന് നടക്കുകയാണ്. അദ്ദേഹം ഇന്ന് വരുന്നുണ്ട്, ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇന്നിപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുമെന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് കേരളം ഒട്ടാകെ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ആ ആവേശം ഇരട്ടിയാകും എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് ഇന്നു മുതൽ മുതിർന്ന നേതാക്കളടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തുകയാണ്. അതിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ആദ്യ പൊതുയോഗം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് മുഖ്യമന്ത്രി ഇന്ന് എത്തുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. അത് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വരുന്ന ദിവസങ്ങളിലൊക്കെ വിവിധ ഇടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുടെ ഭാഗമാകുകയാണ്. അങ്ങനെ മുതിർന്ന നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമ്പോൾ ഇടത് പ്രവർത്തകരുടെ ആവേശം അത് ഇരട്ടിയാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു വലിയ മേൽക്കൈ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. സ്ഥാനാർത്ഥികൾ കൃത്യമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മാത്രമാണ് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളത്. മറ്റെല്ലാ ഇടങ്ങളിലും സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. പക്ഷേ ഇതേ സമയം തന്നെ UDFനും NDAയ്ക്കും വലിയ തിരിച്ചടിയാകുന്നത് അവർ ചിലയിടങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് അവരൊരു മേൽക്കൈയായി പറയുന്നെങ്കിൽ പോലും പക്ഷേ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നത് വലിയ തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുകയാണ്. UDFനും അതുപോലെ തന്നെ NDAയ്ക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം പ്രധാന ഇടങ്ങളിലൊക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഇരു പാർട്ടികൾക്കും ഉണ്ടാക്കിയിട്ടുള്ളത്, ഇരു മുന്നണികൾക്കും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് അത്രത്തോളം തർക്കം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ഒരു വലിയ ആശയക്കുഴപ്പം ഇരു മുന്നണികളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയായി അത് പരിഹരിച്ച് പൂർണ്ണതോതിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ ഇരു മുന്നണികൾക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥികൾ LDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മേൽക്കൈ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇന്നു മുതൽ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തുമ്പോൾ അവർ പ്രവർത്തകരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഭദ്ര, അതായത് ഷീജ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDFനും ഒപ്പം NDAയും സംബന്ധിച്ചിടത്തോളം ശക്തരായിട്ടുള്ള നേതാക്കളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവസാന ലാപ്പിലും ഇങ്ങനെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നെട്ടോട്ടം ഓടുകയാണ് ആരെ കിട്ടും എന്ന് അന്വേഷിച്ചുകൊണ്ടല്ലേ ഷീജ? തീർച്ചയായും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നും പോളിംഗ് ബൂത്തിലേക്ക് കേരളം എത്താനിരിക്കെ ഈ അവസാന ലാപ്പിൽ പോലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ളൊരു നെട്ടോട്ടം അത് തുടരുകയാണ് ഇരു മുന്നണികളും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം പലയിടങ്ങളിലും ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ മറ്റൊരു വ്യക്തി
ക്ഷമിക്കണം, ആ വാർഡിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നു. കാരണം ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ മുന്നോട്ട് പോയാൽ ചിലർ പലയിടങ്ങളിലും ഒരു വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നത് തിരിച്ചടിയാകുന്ന പശ്ചാത്തലമാണ്. ഇതാകെ കുഴഞ്ഞ് ഒരു അവസ്ഥയിലാണ് ഇരു മുന്നണികളും ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ പലയിടങ്ങളിലും കണ്ടെത്താൻ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഇരു മുന്നണികളും നേരിടുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് ഏത് രീതിയിൽ പരിഹരിച്ച് ഇനിയിപ്പോൾ ഈ ഒരു അവസാന ലാപ്പിൽ ഓടിക്കേറാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ LDFിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തന ശൈലി അത് LDFിനുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് LDFിൻ്റെ ഒരു പ്രവർത്തന ശൈലി അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതേ രീതിക്ക് അനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ വിവിധ ഇടങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇതിനകം തന്നെ എല്ലാ ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ സജീവ പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നു മുതൽ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൂടുതൽ സജീവമാവുകയാണ്, കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ഭദ്ര. അതെ, തീർച്ചയായും LDFിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇറങ്ങുന്നു, ഗോവിന്ദൻ മാഷ് ഇറങ്ങുന്നു, അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ ആ ഒരു ആവേശത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഈ UDFിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ആ വാർത്തകളൊക്കെ കൊടുത്തതാണ്. ഈ പ്രചാരണ സമയത്ത് അതിൻ്റെയൊക്കെ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ, അതായത് ഈ നേതൃത്വം സ്ഥാനാർത്ഥികളാക്കിയവർ ഒരു ഭാഗത്ത് പ്രചാരണം നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് റിബൽ സ്ഥാനാർത്ഥികൾ വരുന്നു. ഈ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അസഭ്യവർഷമായിരുന്നു, അതുപോലെ തമ്മിൽ തല്ല്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഷീജ. അത്തരത്തിലാണ് UDFിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്, പെരിങ്ങമല, അവിടെ അഴിമതിയും ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരെ മോശം പെരുമാറ്റവും നടത്തിയ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് വനിതാ നേതാക്കളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ UDFിനകത്ത് നോക്കുമ്പോൾ പുകച്ചിൽ നിൽക്കുന്നില്ല, അല്ലേ? തീർച്ചയായും UDF വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ കാര്യം തന്നെയാണ്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് പെരിങ്ങമല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിനോ മുൻപ് ഉയർന്ന വിഷയമാണ്. അവിടെ ഏത് വ്യക്തിക്കെതിരെയാണോ കൂടുതൽ സ്ത്രീകൾ പരാതി നൽകിയിട്ടുള്ളത് ആ വ്യക്തിയെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുതന്നെയാണ് ഈ രീതിയിൽ പരാതിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി നിർണയമല്ല കോൺഗ്രസിൽ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു ആക്ഷേപം പരക്കെ താഴെത്തട്ടിലടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ ലഭിക്കാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഭദ്ര.